നമസ്കാരം. പറഞ്ഞു തീരാത്ത 1000 വിജ്ഞാന കഥകൾ ബാക്കിയാക്കി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനും ജനപ്രിയ യൂട്യൂബറുമായ അനീഷ് മോഹൻ യാത്രയായി. സിക്കിമിലെ തുരങ്കപാതയിലുണ്ടായ ദാരുണമായ സ്ഫോടനത്തിലാണ് അനീഷ് കൊല്ലപ്പെട്ടത്. 6 വർഷം മുൻപ് തുടങ്ങിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സങ്കീർണമായ ശാസ്ത്ര സത്യങ്ങളെയും ശാസ്ത്രലോകത്തെ രഹസ്യങ്ങളെയും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ലളിതവും ശുദ്ധവുമായ മലയാളത്തിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയ പ്രതിഭയായിരുന്നു അദ്ദേഹം. ഫോർമുല 1 കാറുകളുടെ സാങ്കേതികവിദ്യ മുതൽ ഗോസ്റ്റ് മിസൈലുകൾ വരെയും UFOകൾ മുതൽ അന്യഗ്രഹ ജീവികളുടെ നിഗൂഢതകൾ വരെയും നീളുന്നതായിരുന്നു അനീഷിന്റെ ഡിജിറ്റൽ ലോകം. 2.25 ലക്ഷത്തോളം സബ്സ്ക്രൈബർമാരെ തന്റെ ലളിതമായ അവതരണ ശൈലി കൊണ്ട് മാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ശീതയുദ്ധകാലത്ത് കടലിൽ മുങ്ങിയ USSRന്റെ K-129 അന്തർവാഹിനി കണ്ടെത്താൻ CIA നടത്തിയ പ്രോജക്റ്റ് അസോറിയൻ എന്ന രഹസ്യ ഓപ്പറേഷനെക്കുറിച്ചായിരുന്നു അനീഷിന്റെ അവസാന വ്ലോഗ്. അത് പോസ്റ്റ് ചെയ്ത് 14-ാം നാളിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ദുരന്ത വാർത്ത എത്തിയത്. സിക്കിമിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അനീഷ് മോഹന്റെ മൃതദേഹം ഏറെ ശ്രമകരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ജന്മനാടായ പാമ്പാടി കൊച്ചുമുറ്റത്തെത്തിക്കാനായത്. അപകട വിവരം അറിഞ്ഞ് ഭാര്യയും സഹോദരനും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ സിക്കിമിലെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. മലയാളി ചാനലിന്റെ അനീഷ് മോഹൻ സിക്കിമിലെ തിസ്ത ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്രോജക്റ്റിന്റെ പണി നടക്കുന്ന തുരങ്കം മീഥെയ്ൻ വാതക സ്ഫോടനത്തിൽ തകർന്നപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീടാണ് ലഭിച്ചത്. ഭൂമിയുടെ ആന്തരിക രഹസ്യങ്ങൾ പഠിക്കാൻ അത്രമേൽ കൊതിയോടെ ശ്രമിക്കുന്ന ജിയോളജിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹം. മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചപ്പോൾ നാടൊട്ടാകെ കണ്ണു നനയിക്കുന്ന കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി മോൻസ് ജോസഫ്, മുൻ മന്ത്രി VN വാസവൻ, MLA ചാണ്ടി ഉമ്മൻ എന്നിവരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനീഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പാമ്പാടിയിലെ വീട്ടിലെത്തിയിരുന്നു. അനീഷിനൊപ്പം സിക്കിമിൽ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നു. സ്വന്തം ജീവിതകാലത്ത് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ അനീഷിന് സാധിച്ചിരുന്നുവെന്ന് വിങ്ങിപ്പൊട്ടുന്ന ജനസഞ്ചയം അടിവരയിടുന്നു. 8 മാസം മാത്രം പ്രായമുള്ള ഇളയ കുഞ്ഞിന്റെ 28 കെട്ട് ചടങ്ങിനാണ് അനീഷ് അവസാനമായി നാട്ടിൽ വന്നു പോയത്. അടുത്ത മാസമാണ് ഓണം വരുന്നത്. വരാനിരിക്കുന്ന ഓണത്തിന് നാട്ടിൽ തിരികെ എത്താമെന്ന് പ്രിയപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം സിക്കിമിലേക്ക് മടങ്ങിയത്. എന്നാൽ വിധി ആ കുഞ്ഞു കുടുംബത്തെയും നാട്ടുകാരെയും തനിച്ചാക്കിക്കൊണ്ട് അനീഷിനെ തട്ടിയെടുക്കുകയായിരുന്നു. സബ്സ്ക്രൈബർമാരുടെയും നാടിന്റെയും സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങി ശാസ്ത്രത്തിന്റെ നിഗൂഢതകളെയും ബാക്കി വെച്ച തീരങ്ങളിലേക്ക് നോക്കി അനീഷ് മോഹൻ മടങ്ങുമ്പോൾ ആ കണ്ണീരോടെയാണ് ജന്മനാട് ആ വേർപാട് ഉൾക്കൊള്ളുന്നത്. പ്രിയപ്പെട്ട അനീഷ് ഇനി പങ്കുവയ്ക്കുന്ന വീഡിയോകളിലൂടെയും പറഞ്ഞു വെച്ച കഥകളിലൂടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കും. എന്തായാലും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. അദ്ദേഹം യൂട്യൂബ് ചാനലിൽ കൂടി നിരവധി വിവരങ്ങളാണ് സമൂഹത്തിന് പകർന്നു നൽകിയത്. സിക്കിമിലുണ്ടായ തുരങ്കത്തിലുണ്ടായ സ്ഫോടനത്തിൽ അദ്ദേഹം കുടുങ്ങുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രമുഖർ പാമ്പാടിയിലെത്തി.